എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ സ്നേഹത്താലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. ആത്മനായക നിരന്തരമായി എന്നിലാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിൽ ഞങ്ങൾ കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾ കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം, നിന്റെ പൊന്നുനാമമഹത്വത്തിനാ ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേ അവൻ മതിയായവൻ.
ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേയവൻ മതിയായവൻ. കാൽവരി മാലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മാലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. അവനാദ്യനുമന്ത്യനുമേ ദിവ്യസ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനാവൻ സ്തുത്യനാം വന്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനാവൻ സ്തുത്യനാം വന്യനാം നായകൻ. മരുഭൂയാത്രയതികഠിനം പ്രതികൂലങ്ങളനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയഗ്നിത്തുണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയഗ്നിത്തുണായി എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോം. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേയവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മാനമേയവൻ മതിയായവൻ. പഴയ നിയമത്തിൽ നിന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം. ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിൻ്റെ ശബ്ദം ഉയർത്തി എൻ്റെ ജനത്തിനെ അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിനെ അവരുടെ പാപങ്ങളെ അറിയിക്കുക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു. ദൈവത്തോടടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടികണ്ടെ അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ?
തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക. ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവനെ നിൻ്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിൻ്റെ വെളിച്ചോഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരവരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നേ അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിൻ്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. ബാറയ്ക്കുമോ. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെ പോലെയും കോലാടുകളെ പോലെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തു നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ഈ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ട്. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട് കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നു കണ്ടിട്ട് രക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലായോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരനിലൊരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവനിടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയായിട്ടോ നഗ്നനായോ രോഗിയായോ തടവിലായപ്പോൾ എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നുവെന്ന് ഉത്തരം പറയും. അവനവരോട്, ഈ ഏറ്റവും ചെറിയുള്ളവർക്ക് നിങ്ങൾ ചെയ്യുന്നിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് ഉത്തരമരുളും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ദൈവമേ, സങ്കീർത്തനം 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ മാംസവും ജീവനുള്ള ദേശത്തെ നോക്കി ഘോഷിക്കുന്നു, ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു.
കുരുകിലൊരു വീടും മേയുൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സീയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിൻ്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിൻ്റെ പ്രാകാരങ്ങൾ കഴിയുന്ന ഒരു മനുഷ്യനും വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവമേ, സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ദീപമതായി നിൻമൊഴികൾ തിരുക്കരത്താൽ വഹിച്ചു എന്നെ. തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി കടന്നു വന്ന ശ്രീ രാജൻ മത്തായി അവറുകൾ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ഈ സംയുക്ത പ്രാർത്ഥന അതിന് നേതൃത്വം നൽകുന്ന മാർ ഫീലിക്സീനോസ് പ്രാർത്ഥനയോഗ അംഗങ്ങളെ ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹ വന്ദനം. പരിശുദ്ധമായ നോമ്പ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം. ആ കുരുടനെ സൗഖ്യമാക്കുന്ന വേദഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ട് കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു എന്നതുകൊണ്ടാണ് അല്ലേ എന്ന് പറഞ്ഞാൽ അതിനകത്തിലൊരു പോസുണ്ട്. എന്താ അതിനർത്ഥം?
കാഴ്ചയുണ്ട്, ഞാനെല്ലാം കാണുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ആസ്വാദനത്തിൻ്റെ ഏറ്റവും സന്തോഷം നൽകുന്ന അവസ്ഥ കണ്ണാണ്, കാഴ്ചയാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയും ഒരു ഫോണും കിട്ടിയ എത്ര നേരം വേണമെങ്കിലും നമ്മളതിലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പക്ഷെങ്കിൽ നമ്മൾ പാടുന്നുണ്ട്, നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയാൽ ക്ഷീണമെന്തെന്നറിയില്ല, അല്ലേ? ദൈവത്തെ ധ്യാനിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് അർത്ഥവത്താവുന്നത് ഈ വൈഫൈ കണക്ഷൻ എവിടെയുണ്ടോ അവിടെയാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക്, അല്ലേ, ഈ അടുത്തിടയിലെ പഠനങ്ങൾ പറയുന്നത് ഒരേ വിഷയത്തിലല്ലാതെ പല വിചാരങ്ങളും വികാരങ്ങളും തരുന്ന റീൽസ്, സോഷ്യൽ മീഡിയയിലെ റീൽസ് നിങ്ങൾക്കറിയാം. അതിങ്ങനെ മാറി മാറി കാണുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ അപകടകരമാണല്ലേ. ഒന്ന് ക്രൂരതയാണെങ്കിൽ തൊട്ടടുത്ത് വരുന്നത് കോമഡി, അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് വയലൻസ്. ഇങ്ങനെ മാറി മാറി പല ചിന്തകളും പല തീമുകളും ഇങ്ങനെ മാറി മാറി കാണുമ്പോൾ നമ്മുടെ തലച്ചോറിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഓർപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. കാഴ്ചയുണ്ട് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് അങ്ങനെ പറയാൻ കാരണം എന്താ? നമ്മൾ കാഴ്ചയുണ്ട് എന്ന് ധരിക്കുമ്പം 3 തലങ്ങളുണ്ട്. നമ്മുടെ കണ്ണിന് പരിധിയിൽ വരുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? കാഴ്ചയുള്ളവർ എന്ന് കരുതും. പക്ഷെങ്കിൽ കാണേണ്ടത് ചിലത് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. കാണേണ്ടതിനോട് ചിലതിനോട് നമ്മൾ മുഖം തിരിച്ച് പോകുന്നുണ്ട്. ഇതാ കാഴ്ചയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കുള്ള അപാകത. രണ്ടാമത്തെ തലം, കാണുന്നതെല്ലാം സത്യമാണോ? ആണോ? അല്ല എന്നുള്ള അവസ്ഥ. നിങ്ങൾ ഈ നല്ല വെയിലുള്ളപ്പം റോഡിൽ കൂടി, ടാറിട്ട റോഡിൽ കൂടി വണ്ടി ഓടിച്ചു പോകുമ്പം ഈ റോഡിൽ ഇങ്ങനെ വെള്ളം കിടക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവില്ലേ? അത് യാഥാർത്ഥ്യമാണോ? അല്ല. മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ കാഴ്ചയുണ്ട്. തൊട്ടടുത്ത് മരീചിക അല്ലെങ്കിൽ അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാകാം. അതുകൊണ്ട് കാണുന്നു എന്ന് കരുതുന്നവരുണ്ട്, ഇല്ലാത്തത് കാണുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇനി മറ്റുള്ളവർ കാഴ്ചയില്ലെങ്കിലും ചുറ്റുപാടും അറിഞ്ഞ് നടക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കാഴ്ചയുണ്ട്, കർത്താവ് പറയണേ, നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്, അല്ലേ? കാഴ്ചയില്ലെങ്കിൽ നിങ്ങൾക്ക് പാപമില്ല എന്നുള്ളതാണ്. ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. ദൈവമേ, കാഴ്ചയുണ്ട് എന്ന് പറയുന്ന കണ്ണുകളല്ല, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തെളിയിച്ചു തരണം. പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലെല്ലാം എഴുതിയിട്ടുണ്ട്, കർത്താവേ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തെളിയിക്കണമേ, അല്ലേ? ആവശ്യമുള്ളത് കാണാൻ, ചിലരുടെ പ്രയാസങ്ങൾ കാണാൻ, ചിലരുടെ കണ്ണുനീര് കാണാൻ, ചിലരുടെ വൈഷമ്യങ്ങൾ കാണാൻ, ഇല്ലേ, കണ്ണ് തുറക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഈ കുരുടൻ്റെ സൗഖ്യമാക്കിയ ദിവസത്തിൽ നമുക്ക് തരുന്ന ചിന്ത. കാണുന്നു എന്ന് അഭിമാനിക്കുന്നതിലല്ല, കാണാൻ കഴിയുന്നവരായി നമ്മൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആശ്രയിച്ച് വചന ശുശ്രൂഷ നമുക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ ഭദ്രാസനത്തിലെ കുളനട സെൻറ് തോമസ് ഇടവകയിലെ അംഗം, പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം, അതോടൊപ്പം സഭയുടെ കോളേജുകളുടെ ഗവേണിംഗ് ബോഡി അംഗമൊക്കെയായി പ്രത്യേകാൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് അഭിമാനമാവുന്ന രീതിയിൽ സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട രാജൻ മാത്യു അവറുകളാണ്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ ഈ ദിവസം സ്വാഗതം ചെയ്യുകയാണ്.
എപ്പോഴും നമ്മുടെ ദേവാലയത്തെ സ്നേഹിക്കുകയും പല കാര്യങ്ങളും സന്തോഷപൂർവ്വം പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ഒക്കെ അഭയം പ്രാപിക്കുകയും ഇവിടെ ഈ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത ആവോളം ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. പ്രത്യേകാൽ ഈ സംയുക്ത പ്രാർത്ഥനയിൽ ഏറ്റവും സ്നേഹാദരങ്ങളോടെ രാജൻ മാത്യു അവറുകളെ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മുടെ ഈ സംയുക്ത പ്രാർത്ഥന അതിന് നേതൃത്വം നൽകുന്നത് മാർ ഫീലക്സീനോസ് പ്രാർത്ഥനയോഗമാണ്. അതിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷാജി അവറുകൾ നാട്ടിലില്ല എങ്കിലും വളരെ നേരത്തെ തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ആവശ്യമായ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാവിച്ചാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. മാർ ഫീലക്സീനോസ് പ്രാർത്ഥനയോഗത്തിലെ എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യും. വീണ്ടും വളരെ സന്തോഷമുണ്ട്. ഇന്നലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന് ഇത്രയും ദിവസം എല്ലാവരും സംബന്ധിച്ചെടുത്ത് ഇന്ന് എന്തായിത്തീരുമെന്ന ആകുലതകളുണ്ടായിരുന്നു. ദൈവം തമ്പുരാൻ ഈ അവസാന സംയുക്ത പ്രാർത്ഥനയുടെ ദിവസവും അനുകൂലമായ കാലാവസ്ഥ നൽകി കടന്നു വന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ വീഡിയോ ക്രമീകരണങ്ങൾ ചെയ്യുന്ന ജിതിനെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി രാജൻ മത്തായി അവറുകളെ ക്ഷണിക്കും. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരവധികം പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ ഇടവകയുടെ വികാരി ഏറ്റവും ആദരണീയനായ പ്രിൻസച്ചൻ, വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുക. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ദിവസം ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ബഥേൽ ദേവാലയത്തിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് 12 മണിക്കൊരു കോൾ വന്നു. എവിടെയാണ് അത് ദൈവഹിതം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആഗ്രഹങ്ങളെ മാനിക്കുന്നൊരു ദൈവം, അതിന് തക്ക സമയമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുക. ഒന്നാമത്തെ സന്തോഷം അതാ. പിന്നെ പെട്ടെന്ന് വിളിക്കുമ്പോൾ ആർക്കായാലും ഒരു വേദനയുണ്ടാകും. അപ്പം ഒന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോൾ ഞാൻ കണ്ടൊരു മുഖമാണ് അഭിവന്യ അഥനാസ്യോസ് തിരുമേനിയുടെ. തിരുമേനി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഗോ എഹെഡ്. ഒരിക്കലും ഒരു കാര്യത്തിലും പിറകോട്ട് വലിക്കാത്ത ആ പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥത പരിശുദ്ധ നോമ്പിൻ്റെ നാളുകളിൽ. എന്നാൽ ചില കാര്യങ്ങളിൽ അല്പം വിഷമമില്ലാതില്ല. 50 വയസ്സിന് താഴെയുള്ള എത്ര പേരിവിടെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കിപ്പോയി. 1-2 പേരൊക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ചോദ്യചിഹ്നമായി നിൽക്കട്ടെ. ബാക്കിയുള്ളവർ എവിടെയെന്ന് നമുക്കറിയാം.
പിന്നെ ഇരിക്കുന്നവരോടൊന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഞാൻ വലിയൊരു സുവിശേഷകനൊന്നുമല്ല, ആഗ്രഹം കൊണ്ട് ഇറങ്ങി തിരിച്ചവനാണ്. അപ്പോൾ തമ്പുരാൻ്റെ ഒരു വാക്കുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന്. അങ്ങനെ അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ഞാൻ കാരണം ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാവരുത്. നല്ല സമയമാണ് ചാരിക്കിടന്ന് കാറ്റിൽ ഒക്കെ. ഒന്ന് രണ്ട് പേരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ക്ഷീണം കൊണ്ടാവാം കർത്താവിൽ നിദ്ര പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനിയും എൻ്റെ പ്രസംഗം കൂടെ കേൾക്കുമ്പോൾ എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല. എങ്കിലും അത് നിങ്ങളുടെ ക്ഷീണമാണ്. പക്ഷേ മനസ്സുകൊണ്ട് രൂപാന്തരപ്പെടുവാൻ, മനസ്സുകൊണ്ട് പുതുക്കം പ്രാപിക്കുവാൻ ഞാനിരിക്കുന്നത് ദൈവാലയത്തിലാണെന്ന ബോധ്യം, നാം ഇരിക്കുന്നത് ദേവാലയത്തിലാണെന്ന ബോധ്യം, ദൈവസാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ അവനവനെ തിരിച്ചറിയുന്ന അനുഭവത്തിലൂടെ എൻ്റെ ബലഹീനതകളും എൻ്റെ രോഗങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ കഷ്ടങ്ങളും എൻ്റെ പ്രയാസങ്ങളും അറിയുന്ന ദൈവസന്നിധിയിലാണെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവത്തെ കാണുവാനും ദൈവശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ ഒരുക്കുന്ന നിമിഷങ്ങളായി തീരണം. മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് വരുമ്പോൾ ഇടയ്ക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുവാനിടയാവരുത്. ഇവിടെ മനുഷ്യൻ്റെ കഴിവോ പ്രാപ്തികളോ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല. ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവശബ്ദത്തിന് കാതോർക്കുന്നവർക്ക് ദൈവികമായ അനുഗ്രഹങ്ങളുടെ കൃപയുടെ നിമിഷങ്ങളായിത്തീരും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ കാണാം. ഒരുപക്ഷെ ഈ പുണ്യഭൂമിയിൽ പുത്തങ്കാവിൽ തിരുമേനി മുതൽ എത്രയോ വിശുദ്ധന്മാർ ദൈവവചനം ഘോഷിച്ചെടുത്ത ഏഴയും പാപിയുമായി എന്നെ ദൈവം തൻ്റെ വചനവുമായി അയച്ചിരിക്കുന്നതെന്ന് ഞാൻ ശിരസ്സു നമിക്കുക. തമ്പുരാനെ, അവിടുന്ന് അരുൾ ചെയ്തു, നിൻ്റെ വായു വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായൊരു ദൈവം കഴിഞ്ഞകാല ജീവിതങ്ങളിൽ കൂടെയിരുന്നു, ഇന്നും കൂടെയിരുന്നു, നാളെയും കൂടെയിരിക്കും. ഏതെങ്കിലും വിഷയത്തിൽ പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ രോഗത്തിലോ ദുഃഖത്തിലോ കഷ്ടത്തിലോ ആയിരിക്കുന്നെങ്കിൽ എൻ്റെ മുഖത്തേക്ക് നോക്കരുത്, തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ. പരിശുദ്ധ നോമ്പിൻ്റെ 36-ാം ദിവസം ഒരിക്കലും ദൈവത്തെ കാണാത്തവൻ, ക്രിസ്തുവിനെ കാണാത്തവൻ ജന്മന അന്ധൻ. അവൻ ക്രിസ്തുവിനെ കണ്ടു മടങ്ങിപ്പോയി. കൂടെ നടന്നവരൊക്കെ ക്രിസ്തുവില്ലാതെ മടങ്ങിപ്പോയി. ഏതനുഭവത്തിൽ കടന്നു പോകണമെന്ന് അവനവൻ ചിന്തിക്കണം. ഞാനോ കുറയണം. ഞാൻ കുറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ദൈവം വളരും. ഞാനോ കുറയണം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതാനുഭവങ്ങളില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? ഞാൻ സകലവും നേടിയവൻ അല്ലേ? ചെങ്ങന്നൂരിൻ്റെ 3/4 എൻ്റെ പോക്കറ്റിലെന്ന് പറഞ്ഞ് നടന്ന, പന്തളത്തിൻ്റെ 100% എൻ്റെ പോക്കറ്റിലെന്ന് പറഞ്ഞ് നടന്ന, അല്ലെങ്കിൽ അങ്ങനെ അഭിമാനിച്ചിരുന്ന ആരെങ്കിലും ഇന്ന് ബാക്കിയുണ്ടോ? ഒരു 100 വർഷം മുമ്പുള്ളവരാരെങ്കിലും, പോട്ടെ 50 വർഷം മുമ്പുള്ളവരാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ആരും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കണ്ടൊരു സത്യമാണ് പറഞ്ഞത്. ഒന്നിലും നിഗളിക്കരുത്, ഒന്നിലും അഹങ്കരിക്കരുത്. ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. വിശുദ്ധി പോക്കുന്ന കാലമാണ് വിശുദ്ധ നോമ്പ്. 36 ദിവസം കൊണ്ട് എന്തു നേടിയെന്ന് ഞാൻ ചോദിക്കും. എല്ലാവരും വലിയ ക്ഷീണത്തിലാണ്. നോമ്പിൻ്റെ ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കും അല്ലേ? വലിയ ക്ഷീണമാണ്. തളർന്നിരിക്കുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അവങ്കിലേക്ക് നോക്കിയവർ എന്നിട്ട് എന്തേ പ്രകാശം? നോക്കാത്തവരാണ്. 10, 60, 70 ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ? അവങ്കിലേക്ക് നോക്കിയവർ. നോട്ടത്തിൻ്റെ കുറ്റമുണ്ട്. അവങ്കിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചവർ ആരും. ഇതിന് കഴിഞ്ഞ് മുന്നു പോയ തലമുറയുണ്ടല്ലോ, അവർ നോക്കിയതിൻ്റെ ഫലമായി ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് ആയുസ്സോടെയും ആരോഗ്യത്തോടെയും ബലത്തോടെയും സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഈ ലോകത്തായിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ പിതാക്കന്മാരുടെ കണ്ണുനീരിൻ്റെ ഫലമാണെന്ന കാര്യം വിസ്മരിച്ചു പോകരുത്. അഭൂതമായി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്.
ആമുഖമായി ചിലത് ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാനും ധാരാളം പ്രസംഗങ്ങൾ പ്രസംഗിച്ചു. ഒരുപക്ഷെ എന്നേക്കാൾ എത്രയോ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ പുണ്യഭൂമി ചുമ്മാ പോകുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്ന ഭൂമിയാണ്. കയറി ഇറങ്ങി പോകുന്നവരൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ ഏത് നല്ല കാര്യത്തിനും ഏത് കാര്യങ്ങൾക്കും ഇതുവഴി പോകുമ്പോൾ പരിശുദ്ധനായ പരിമലത്തിരുമയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ഞാൻ പുണ്യം നേടാറുണ്ട്, ഞാൻ ജീവിതം നേടാറുണ്ട്, ഞാൻ സമ്പന്നനാകാറുണ്ട്, ഞാൻ ധന്യനാകാറുണ്ട്. എല്ലാം നേടിയെന്നുള്ളതല്ല, എന്നെ കരുതുന്നൊരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവനാമത്തിലായിരിക്കുമ്പോൾ എനിക്ക് അവനെക്കുറിച്ച് ലജ്ജയില്ല. എന്നെക്കുറിച്ച് നാണിക്കുന്നവനെക്കുറിച്ച് ഞാനും നാണിക്കുമെന്നൊരു വേദവാക്യമുണ്ട്. ലജ്ജയില്ലാതെ മടിയില്ലാതെ അവനെ ഉയർത്തുവാൻ തക്കവണ്ണം ഇനിയുള്ള കാലം കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അധികം മുന്നോട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഉള്ള കാലങ്ങൾ ക്രിസ്തുവിനായി, ദൈവത്തിനായി, സഭയ്ക്കായി, സമൂഹത്തിനായി, ഇടവകയ്ക്കായി, കുടുംബത്തിനായി എന്ത് ചെയ്തു എന്നുള്ളതൊരു ബോധ്യമുണ്ടാവണം. ദീർഘിപ്പിക്കുന്നില്ല, അച്ഛൻ അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരു പട്ടാളക്കാരനെ, ഒരു ശതാധിപനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പട്ടാളക്കാർക്കൊക്കെ വളരെ പ്രാധാന്യം വേദപുസ്തകത്തിൽ തന്നെ കാണാറുണ്ട്. ഒരു പട്ടാളക്കാരൻ നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. പട്ടക്കാരന് മാത്രമല്ല, പട്ടാളക്കാരനും വിശുദ്ധനാകാമെന്ന് നമ്മെ പഠിപ്പിച്ചൊരു പട്ടാളക്കാരൻ ആരാണ്? പരിശുദ്ധ സഹദ. സഹദ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പട്ടക്കാർക്കോ മാർപ്പാപ്പമാർക്കോ വിശുദ്ധർക്കോ മാത്രമല്ല, പട്ടാളക്കാരനും വിശുദ്ധനായിത്തീരാം. ഇന്ന് വേറൊരു പട്ടാളക്കാരനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെ ശതാധിപൻ, റോമൻ പട്ടാളത്തിലെ 100 പട്ടാളക്കാരുടെ ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്ന മനുഷ്യനാണ്. അവൻ ക്രിസ്തുവിനെ അവൻ പുറജാതിക്കാരനാണ് കേട്ടോ. കുറച്ചുകൂടെ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ പുറജാതിക്കാരൊക്കെയും വന്ന് ക്രിസ്തുവിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാപിച്ചു പോകുമ്പോൾ, ഒരു കനാന്യ സ്ത്രീ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഒരു കനാന്യ സ്ത്രീ ഭൂതബാധ പ്രാപിച്ച തൻ്റെ മകളെ കൊണ്ടുവരുവാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ആ മകളെ ഉള്ളിൽ പേറിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നൊരമ്മ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്ന സൂചന തരുന്നൊരമ്മയുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് പറയുക, മക്കൾ എവിടെയോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവരുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ പോരാ. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മക്കളെ ഉയർത്തണം. അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. തലമുറ വല്ലാതെ മാറിപ്പോയി. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മക്കളെ ഉള്ളിൽ പേറുന്ന, മക്കൾക്ക് വേണ്ടി വെണ്ണീറാകുന്ന അമ്മമാരുടെ പ്രതീകമാണ് അമ്മ. പ്രജാതിക്കാരിയാണ് കേട്ടോ, പ്രജാതിക്കാരി, ഓർത്തഡോക്സുകാരിയല്ല, യഹൂദാസ്ത്രീയല്ല. ഓർമ്മപ്പെടുത്തിയെന്നുള്ളേ ഉള്ളൂ. മക്കൾ എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെ വിളിച്ചാൽ അവൻ വരണമെന്നില്ല, അവൾ വരണമെന്നില്ല. അമ്മയ്ക്ക് ആഗ്രഹം കാണും. തന്നെയല്ല, ചുറ്റികയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. ചുമ്മാ നോക്കിയേക്കണം കേട്ടോ. ചുമ്മാ മക്കളുടെ ബാഗിലൊക്കെ നിങ്ങൾ ലഹരിയൊന്നും നോക്കണ്ട, നോക്കിയാൽ വിവരം പറയും. വല്ല ചുറ്റികയോ പിച്ചാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ജീവനിൽ കൊതിയുള്ളവർ ഓടിക്കൊള്ളണം. കാലം മാറിയിരിക്കുക. കാരണം മക്കളെ തന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ, മക്കളെ മാത്രം കുറ്റപ്പെടുത്തരുത്. പ്രാർത്ഥിക്കുന്ന ഒരമ്മയ്ക്ക് പ്രാർത്ഥിക്കാത്തൊരു മകനുണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നൊരമ്മ എനിക്കുണ്ടായിരുന്നു എന്ന് പറയുവാൻ, ഈ പരിശുദ്ധ മതമായി സാക്ഷി നിർത്തി പറയുവാൻ എനിക്ക് മടിയില്ല. കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നൊരമ്മ, അവരെ മറന്നിട്ട് ഞാൻ ഈ മധുവായുടെ മുന്നിൽ നിന്ന് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം അമ്മമാരുടെ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഈ ശതാധിപൻ
നിങ്ങൾക്കറിയാം, എത്രയോ പ്രാവശ്യം കേട്ടതാണ്. അവൻ കവർന്ന ഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു. അവൻ അവനോട്, ഞാൻ വന്നവനെ സുഖമാക്കാമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, എൻ്റെ കുറിവാക്യമിതാ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല. ഇന്നത്തെ എവൻഗേലിയോൻ ശ്രദ്ധിച്ച് കാണുമല്ലോ അല്ലേ? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ എവൻഗേലിയോൻ വായനയിൽ ഏറ്റവും ദീർഘമായ വായന ഇന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം അത് പൂർണ്ണമായി വായിച്ച ഇന്നത്തെ എവൻഗേലിയോൻ തീർക്കുന്നത് നമുക്കറിയാം. അതിൽ ആ കുരുടൻ കൊടുക്കുന്നൊരു സാക്ഷ്യമുണ്ട് കേട്ടോ. ദീർഘിപ്പിച്ച് അതിലേക്ക് വരാൻ സമയമില്ല. കുരുടൻ ഈ പരീശന്മാരോടും മഹാപുരോഹിതന്മാരോടും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു. എത്ര വലിയ സാക്ഷ്യമാണ്! ഇവിടുത്തെ അച്ചായന്മാരോടും അമ്മാമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, 70-ഉം ഞാൻ താത്തു പറയാം 60-ഉം 70-ന് മുകളിലോട്ട് പറയുന്നത് ശരിയല്ലല്ലോ, 50-ഉം 60-ഉം 70-ഉം ഒക്കെ ആയില്ലേ? എത്ര സാക്ഷ്യം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പ്രസംഗമല്ല പ്രവൃത്തി കൊണ്ട് ഇവനൊരു ക്രിസ്ത്യാനിയാണെന്ന്, ഇവനൊരു ദൈവ പൈതലാണ്, ഇവൻ സമൂഹത്തിന് നന്മയാണ്, ഇവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, ഇവൻ ക്രിസ്ത്യാനിയാണെന്ന് സാക്ഷിക്കുവാൻ ജീവിതം കൊണ്ട് സാക്ഷിച്ചിട്ടുണ്ടോ? പരിശുദ്ധ നോമ്പ് 36-ാം ദിവസമാണ്, താമസിച്ചിട്ടില്ല. ഇനിയുമുണ്ട് സമയം. ഒരു നിമിഷം മതി. എൻ്റെ അടുക്കൽ വരുന്നവനെ തള്ളിക്കളയുകയില്ല എന്നരുളിയ കർത്താവിൻ്റെ സന്നിധി, കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിനെ ശരണമാക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ല. അതൊരു വലിയ മർമ്മമാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നാം അനുഭവിക്കുന്ന നന്മ നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ കണ്ണുനീരൊഴുക്കി നമുക്കായി സമ്പാദിച്ചതാകട്ടോ. അത് വരും തലമുറയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആ ഡിപ്പോസിറ്റ് തീർത്തതല്ലാതെ എൻ്റെ വലിയപ്പനും വലിയമ്മയും എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി സമ്പാദിച്ച, തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ച ഡിപ്പോസിറ്റ് ഞാൻ തീർത്തുവോ? എൻ്റെ മക്കൾക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി നന്മയുടെ ഒരംശം മാറ്റിവെക്കും. നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അച്ചായന്മാരുടെയും അക്കൗണ്ട് സുഭിക്ഷമാണ്, ആരും മോശക്കാരില്ല. പക്ഷേ ആത്മീയതയുടെ ഒരു മനുഷ്യൻ എത്ര സമ്പത്ത് എവിടെ നേടിയാലും ആത്മീയമായി സമ്പന്നനാവാതെ നീ രക്ഷ പ്രാപിക്കില്ല. ഇവിടെയാണ് മർമ്മം. ഇതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ഇവിടെയാണ് അതിന് ശതാധിപൻ, എൻ്റെ കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവൻ സൗഖ്യം പ്രാപിക്കും. വീണ്ടും തുടർന്നവൻ പറയുന്നുണ്ട്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന ഉത്തരം പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ലോകം മുഴുവൻ അതിശയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഈ 5000 പേര് മാത്രമല്ല അവിടെ പറയുന്നത്,
സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 5000 പുരുഷന്മാരാണ്. യഹൂദ പാരമ്പര്യത്തിൽ സ്ത്രീകളെയും പൈതങ്ങളെയും എണ്ണാറില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഇന്നത്തെ സുവിശേഷത്തിൽ ഇവിടെ എന്തുകൊണ്ടോ കുറേ അച്ചായന്മാർ കൂടിയിട്ടുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. അല്ലാത്തിടത്തൊക്കെ ഈ അമ്മമ്മമാർക്ക് മാത്രമായി സുവിശേഷം മാറ്റിവെച്ചിരിക്കുന്നൊരു കാലമാണ്. അവിടെ 5000 പുരുഷന്മാരുടെ എണ്ണം പറയുമ്പോൾ എന്തായാലും അതിനൊരു ഇരട്ടിയെങ്കിലും കാണണമല്ലേ? അവിടെ സാക്ഷ്യം കൊടുക്കുകയാണ്. ഇവിടെയാണ് ദൈവവചനത്തിൻ്റെ ഉൾക്കാമ്പുകൾ, ഉൾക്കാഴ്ചകൾ. അത് ഞാനെന്ന ഭാവവും അഹങ്കാരവും കൊണ്ട് ഞാൻ എന്തൊക്കെയോ നേടിയെന്നാണ് പലരും പറയുന്നത്. ഞാൻ എന്തൊക്കെയോ ആണ്. അത് സഭയിലും സമൂഹത്തിലും ഞാൻ കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ. ഞാനോ കുറയണം. ഈ മനുഷ്യരെയൊക്കെ സത്യത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് മുഴുവൻ താഴ്മയിൽ നിന്ന് ഉയർച്ചയിലേക്കാണ്. താഴ്ന്ന നിലത്തെ വേരോടും നീരോടും. എപ്പോഴും താഴ്മയുടെ ഒരു അനുഭവം നാം വരും തലമുറയ്ക്കും പകരുവാൻ തക്കവണ്ണം. ചിലരെയൊക്കെ ഞാനത് ദീർഘിപ്പിക്കുന്നില്ല, സമയപരിമിതികളുണ്ട്. എങ്കിലും ഈ മനുഷ്യൻ 3 കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അവനവനെ തിരിച്ചറിയുന്നൊരവസ്ഥ. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണോ? ആർക്കെങ്കിലും ഉറക്കം വരുന്നെങ്കിലും ഒന്ന് എഴുന്നേറ്റിരിക്കാം. നമുക്ക് ദൈവസന്നിധിയിലാണെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമായിരിക്കാനിടയാണ്. നിരാശപ്പെട്ട ആരും ഇന്ന് ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകാനിടയാവരുത്. അലട്ടുന്ന വേദനകളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉത്തരമരുളുന്ന ഒരു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ കടന്നു പോകാവൂ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുക തന്നെ ചെയ്യും. എന്താണ് ഈ പാതി നോമ്പിൽ ദേവാലയത്തിൻ്റെ മധ്യത്തിലൊരു കുരിശ് നാട്ടാറുണ്ടല്ലേ? അതിൻ്റെ ലക്ഷ്യം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അഗ്നിസർപ്പം പുറപ്പാട് പുസ്തകത്തിൽ പൂർവിക പിതാക്കന്മാർ മിസ്രയീമിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ കടന്നു പോകുമ്പോൾ സർപ്പങ്ങളുടെ ദംശനമേറ്റ് അനേകർ മരിച്ചു പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവം പറയുന്നൊരു വാക്കുണ്ട്. അഗ്നിസർപ്പത്തിൻ്റെ രൂപം കെട്ടി മുകളിൽ കാണിക്കുക. അതിൽ നോക്കുന്നവർ, അഗ്നിസർപ്പം അവരുടെ പ്രതിസന്ധിയാണ്, പാമ്പുകൾ അവരുടെ പ്രതിസന്ധിക. ആ പ്രതിസന്ധിയുടെ ഒരു പ്രതിരൂപം മുന്നിൽ ഉയർത്തി കാട്ടുക. അതിൽ നോക്കുന്നവർ വിഷമേൽക്കാതെ രക്ഷപ്പെടും. ഇതാണ് ദേവാലയ മധ്യത്തിൽ കുരിശ്. നിന്റെ വലിയ പ്രതിസന്ധിയും കൊണ്ട് നീ കടന്നു വന്നിട്ടുണ്ട്. ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല, ആരും എന്നെ സഹായിക്കില്ല, ആരും എന്നെ കേൾക്കുന്നില്ല, ആരും എന്നോട് സംസാരിക്കാനില്ല, ഞാൻ ഒറ്റപ്പെട്ടു. വല്ലാത്തവസ്ഥയിലായിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമുണ്ട്, ഞാൻ നിന്നോടുകൂടെ. അതാ കുരിശിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാൻ പഠിക്കണമെന്ന് പറയുന്നത്. നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ ദൈവസന്നിധിയിലേക്ക് നീ ഉയർത്തിക്കാട്ടുക. അനട്ടെന്താ? ഏതു വലിയ രോഗമാകട്ടെ, ഏതു വലിയ പ്രതിസന്ധികളാകട്ടെ, ഏത് വേദനിപ്പിക്കുന്ന വ്യക്തികളാകട്ടെ, സാഹചര്യങ്ങളാവട്ടെ, അതിനെ ഉയർത്തി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം യാചിപ്പീൻ, നിങ്ങൾക്ക് അന്വേഷിപ്പീൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവസന്നിധിയിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്ന അനുഭവം ഉണ്ടാവണം. ഏതു പ്രതിസന്ധിക്കും പരിഹാരമുണ്ടെന്നേ, ഏതു രോഗത്തിനും. അതെ, ജന്മനാ കുരുടനായവന് മണ്ണുകുഴച്ച് അവൻ്റെ കണ്ണിന്മേൽ പൂശി അവന് കാഴ്ച കൊടുത്ത ദൈവം. ഇത് കെട്ടുകഥയല്ലിത്, ഇതാരോ എഴുതിക്കൂട്ടിയതല്ല, ഇതാരോ കണ്ട സിനിമയല്ലിത്. വിശ്വസിച്ചാൽ, വിശ്വാസപൂർവം ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നവർ വിജയം പ്രാപിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ മണ്ണുകൊണ്ട് ചേറുണ്ടാക്കിയവൻ കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കുവാൻ അതേ മണ്ണുകൊണ്ട് ചേറുണ്ടാക്കുന്ന അത്ഭുതമാ. ആ അത്ഭുതം പ്രാപിപ്പാൻ അവൻ അത്ഭുതമന്ത്രിയാ കേട്ടോ.
അവൻ അത്ഭുതമന്ത്രിയാ. ഇന്നും ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാകട്ടോ. ഇനി നീ അന്ധകാരത്തിലിരിക്കരുത്. ദൈവത്തോട് കൂടെയെങ്കിൽ ദൈവം നിന്നിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. ഞാൻ ലോകത്തിൻ്റെ ജീവൻ്റെ അപ്പമെന്നരുളിയവനാ. നീ പട്ടിണി കിടക്കേണ്ടി വരില്ല. ആ ക്രിസ്തുവുണ്ടെങ്കിൽ നിന്റെ ജീവിതയാത്രയിൽ മന്നാ പൊഴിച്ചു തരുവാൻ തക്കവണ്ണം ശക്തനാണവൻ. നമ്മുടെ പിതാക്കന്മാരെങ്ങനെയാണ് നടന്നത്? മരുഭൂമിയിൽ 40 വർഷക്കാലം അവരവർക്ക് വേണ്ടത് സ്വർഗത്തിൽ നിന്ന് അയച്ചു കൊടുത്തൊരു ദൈവം. ലോകത്തിൻ്റെ വെളിച്ചമായവൻ തരുന്ന പ്രകാശത്തിലായിരുന്നു കൊണ്ട് അവൻ്റെ അത്ഭുതങ്ങളെ പ്രാപിപ്പാൻ തക്ക. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വെറുതെ ഇറങ്ങിപ്പോകുവാനിടയാവരുത്. ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണെന്ന ബോധ്യം, ആ ക്രിസ്തുവിനെ ഉള്ളിൽ പേറിക്കൊണ്ട് ആ ക്രിസ്തുവിനായി ജീവിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന നിമിഷങ്ങളായി തീരണം. പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, ദൈവാലയത്തിലാണ്. ആരും നിരാശപ്പെട്ടു പോകരുത്. ഉറങ്ങുവാനല്ല ഇവിടെ ഉണർന്നിരിപ്പാൻ തക്കവണ്ണം ഈ നിമിഷങ്ങളിൽ നമുക്ക് സാധിക്കണം. ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വെളിച്ചം, അത്ഭുതമന്ത്രിയായവൻ്റെ അത്ഭുതങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്നരുളിയവൻ. നിൻ്റെ വഴി, നിൻ്റെ മക്കളുടെ ഭാവി, നിൻ്റെ ഭർത്താവിൻ്റെ ഭാവി, നിൻ്റെ കുടുംബത്തിൻ്റെ ഭാവി വഴിയറിയാതെ നിൽക്കുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്നരുളിയവൻ. അവൻ്റെ ആണിപ്പാടുള്ള കരത്തിൽ മുറുകെ പിടിക്കണം. അവൻ നിന്നെ കൊണ്ടെത്തേണ്ട ഇടത്തേക്ക് നിന്നെ കൊണ്ടെത്തിക്കുക തന്നെയും. സംശയമുണ്ടോ? എന്നെ കൊണ്ടെത്തിച്ചവൻ നിന്നെയും കൊണ്ടെത്തിക്കുവാൻ മതിയായവനാ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. വാക്കുമാറാത്ത ദൈവമാ. അവൻ ജീവനുള്ള ദൈവമാ. ജീവിപ്പിക്കുന്ന ദൈവമാ. ജീവന്റെ മേലും മരണത്തിന്മേലും അധികാരമുള്ള ദൈവമാ. ആ ദൈവത്തെ നിസ്സാരമായി കാണരുത്. ഉറങ്ങാനായി കടന്ന് ദേവാലയത്തിൽ വരരുത്. പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ പ്രാർത്ഥനാ നിമിഷങ്ങളായി തീരണം. ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ടാവണം. അവിടെയാണ് ശതാധിപൻ പറയുന്നത്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഇങ്ങനെ പറഞ്ഞ അനേകരുണ്ട്. ഇന്നത്തെ എവൻഗേലിയോനിലും ആ മനുഷ്യൻ പറയുന്ന ക്രിസ്തുവിനെ കാണാതെ, അവന് ജന്മം കൊടുത്ത മാതാപിതാക്കന്മാരെ കാണാൻ കഴിയാത്ത ചെറുപ്പക്കാരൻ, അവൻ ആദ്യമായി കാണുന്നത് ക്രിസ്തുവിനെയാണ്. അവൻ്റെ ഭാഗ്യം കിട്ടുമോ? നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 40-50 ഒക്കെ വയസ്സ് കഴിഞ്ഞില്ലേ? എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാവും അറിയില്ലല്ലോ. അവൻ്റെ അടുക്കലേക്കല്ലേ നാം പോകേണ്ടത്? യാത്രയ്ക്കൊരുക്കമായില്ലേ മനുഷ്യ? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ലെങ്കിലും എന്നെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യണമല്ലോ. ആ മനുഷ്യൻ, അവനെക്കുറിച്ചുള്ള ബോധ്യം. ഏത് മനുഷ്യന് പുറത്തു നിന്നാലും ഒരു ശ്വാസം അത്രേ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എവിടെയോ കേട്ട ഒരു കാര്യം എൻ്റെ മനസ്സിൽ, എല്ലാവരും വലിയ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ മനുഷ്യൻ്റെ ആയുസ് 39-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആയുസ് എത്രയാ? 4 വിരൽ നീളം. എന്ത് 4 വിരൽ? മനുഷ്യൻ്റെ ആയുസ്. ഞാൻ പേടിപ്പിക്കാനൊന്നും വന്നല്ലോ കേട്ടോ. പക്ഷെ എന്നെ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ. മനുഷ്യ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് 4 വിരൽ നീളമാ. 1 ബാല്യമാ, 2 കൗമാരമാ, 3 യൗവനമാ, 4 വാർദ്ധക്യമാ. അത് കഴിഞ്ഞ് ഈ കൈ പൊക്കാൻ നമ്മില്ല. 5-ാമത്തത് മരണമാ. അപ്പം 4 വിരലേ ഉള്ളൂ. ഇതിൽ എത്ര എണ്ണിക്കഴിഞ്ഞൊന്ന് എൻ്റെ കാണിക്കേണ്ട, താഴോട്ട് വെച്ചൊന്ന് എണ്ണിയാൽ മതി. ഇത് കഴിയുമ്പോൾ എന്താ സംഭവം എന്നറിയാവോ? 24 മണിക്കൂർ കഴിയുമ്പം രാജൻ മത്തായിയുടെ പേരങ്ങ് മാറും. എന്താണ്? ശവം കൊണ്ടുവന്നോ. എല്ലാ ചായമാരും പേരത് തന്നെ കേട്ടോ, ശവമാ. ശ്വാസം പോയി കഴിയുമ്പം ശവം. എത്ര നേരം വെച്ചേക്കും വീട്ടിൽ? അതങ്ങ് പറഞ്ഞേക്കാം, സമയമില്ലെങ്കിലും. അധികം സമയം എൻ്റെ വീട് എൻ്റേതാ അല്ലേ? 2 നിലയുണ്ട്, വലിയ മുറിയുണ്ട്, ഒക്കെ ഉണ്ട്. ചുമ്മാതാ ചായ കാർ പോർച്ചിലേക്ക് കൂടുതൽ സമയം വെക്കത്തുള്ളൂ. ഇപ്പം പിന്നെ മൊബൈൽ മോർച്ചറി ഉള്ളതുകൊണ്ട് പിള്ളേരുടെ സൗകര്യത്തിന് അമേരിക്കയിൽ നിന്നൊക്കെ വരാനുള്ള
സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇച്ചിരി നേരം വെച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 24 മണിക്കൂർ നേരത്തെയൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇന്ന് മരിച്ചാൽ നാളെ അതേസമയം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇന്നിപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞെന്ന് പറയും 4 മണിക്കൂറിൽ കൂടി വെക്കരുത്, അത് മോർച്ചറി തന്നെ വെക്കുന്നത്. എല്ലാവരും അതൊക്കെ ഒന്ന് സ്വപ്നം കാണുന്നത് നല്ലതാണ്. ആ കാലയിലൊരു വിരളുമൊക്കെ കെട്ടി ഈ 2 കൈയൊക്കെ കൂട്ടി, ഇല്ലെങ്കിൽ ഇവൻ ഇറങ്ങി ഓടുന്നു. എനിക്കിന്ന് വരെ മനസ്സിലാകത്തൊരു ലോജിക്കുണ്ട്. ഈ ചത്തു കഴിഞ്ഞ ഉടനെ ഡോക്ടർമാർ ചെയ്യുന്നത് ഈ കാലിൻ്റെ പെരുവിരൽ തമ്മിൽ കൂട്ടിലൊന്ന് കെട്ടും, അല്ല ഇവൻ ഇറങ്ങി ഓടും. അപ്പോഴും മോൻ്റെ കാര്യത്തിന് പോവുക, അവന് വിസ ഉണ്ടാക്കാൻ പോവുക അല്ലേ? അമ്മമ്മയ്ക്ക് വെച്ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ പൊക്കളയും. നമ്മുടെയൊക്കെ ലക്ഷ്യം ഇനി എന്തൊക്കെയോ വാരി കൂട്ടണം. നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നമ്മൾ സമ്പാദിച്ചതിൻ്റെ 25% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ 25% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. 75% ഇട്ടിട്ടാ പോകുന്ന എല്ലാ അച്ചായന്മാരും. നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ പത്രവും വായിക്കുന്ന ലോകത്തിലുള്ളവരുമൊക്കെയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവകാശികളില്ലാത്ത ധനം കിടക്കുന്നത് തിരുവല്ലയിലും പത്തനംതിട്ടയിലുമാണ്. അത് എത്രയോ കോടിക്കണക്കിനാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ പ്രസംഗിക്കുന്ന കേട്ടു, 1000 കോടി എന്നല്ല, 1000 കോടിയും 10,000 കോടിയുമല്ല. ഇപ്പോൾ പുതിയൊരു അറിവൂടെ കിട്ടി. ഈ തിരുവല്ല SBIയിലെ ഒരു ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പം അനേക ലോക്കറുകൾ തുറക്കാൻ ആളില്ലാതിരിക്കുക. കാരണം ഭാര്യയും ഭർത്താവും ഗൾഫിലായിരുന്നു, അവർ കൊണ്ടുവന്നു ഒക്കെ. ബന്ധം അനേക കൃമികളെ, കീടങ്ങളെ, ഉറുമ്പുകളെ ഇതിലേക്ക് ആകർഷിക്കും. ഇതങ്ങ് തിന്നാൻ തുടങ്ങും. 3-ാമത്തെ ദിവസം നമ്മുടെ ഈ ഭാഗം ആദ്യം അഴുകുന്ന മൂക്ക് മണക്കുന്നിടം, ഇവിടുന്ന് അങ്ങോട്ട് അഴുകിത്തുടങ്ങും. 7-ാമത്തെ ദിവസം, 6-ാം ദിവസം നഖങ്ങളൊക്കെ കൊഴിഞ്ഞു തുടങ്ങും. 9-ാം ദിവസം ശരീരത്തിലെ രോമങ്ങളും മുടികളും കൊഴിഞ്ഞു പോകും. 17-ാം ദിവസം നമ്മുടെ വയറ്റിലുള്ളതെല്ലാം പുറത്തു വരും. 60 ദിവസം കൊണ്ട് അവയെല്ലാം അവസാനിക്കും. എല്ലാം മാംസവും ദ്രവിച്ചു പോയി. പിന്നെ ചിരിക്കുന്ന കുറേ അച്ചായന്മാരും അമ്മാമ്മമാരും അവിടെ കിടന്നു അല്ലേ? 60 ദിവസം കൊണ്ടെല്ലാം മാംസവും ദ്രവിച്ചു പോയി അസ്ഥിയായി. 90-ാമത്തെ ദിവസമാകുമ്പോൾ അസ്ഥികൂടത്തിലെ എല്ലുകളെല്ലാം അകലാൻ തുടങ്ങും. 1 വർഷം കൊണ്ട് മിക്ക അസ്ഥികളും മണ്ണിൽ ലയിച്ചു തീരും. സംസ്കരിച്ച മൃതദേഹം അങ്ങനെ മാഞ്ഞു പോകും. അല്ലെങ്കിൽ പ്രകൃതി അതിനെ മായ്ച്ചു കളയും. അത് പ്രകൃതിയുടെ നിയമമാണ്. നീ എത്ര വാരിക്കൂട്ടിയാലും, നീ എത്ര വലിയ വീട് വെച്ചാലും, നീ എത്ര കാറ് വാങ്ങിച്ചാലും മറ്റുള്ളവർക്കത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ നിൻ്റെ സഹോദരനെവിടെ? നിൻ്റെ മാതാപിതാക്കളെവിടെ? കുടുംബത്തിലേക്കൊന്ന് കടക്കാം. നിനക്കു ജന്മം തന്ന മാതാപിതാക്കളെവിടെ? കുരിശിൽ കിടന്നുകൊണ്ടൊരുത്തൻ പറയുന്നുണ്ടല്ലോ, ആ മരണവേദനയിലും സ്വന്തം പെറ്റതള്ളയെ കാണിച്ചു കൊടുത്തുണ്ട് യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ മകൻ. ലോകത്തിന് സാക്ഷ്യമാ. കുരിശിൽ കിടന്ന് പിടയുമ്പോഴും 33 വയസ്സുകാരൻ തൻ്റെ സ്നേഹിതനോട് എൻ്റെ അമ്മയെ നിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് കൽപ്പിക്കുന്ന നാഥൻ്റെ അനുഗാമികളാണെന്ന് പറഞ്ഞിരിക്കുക. എത്രയോ എത്രയോ വൃദ്ധസദനങ്ങൾ. അവിടെ വല്ലവരുടെ അമ്മയല്ല, എൻ്റെയും നിൻ്റെയും അമ്മ. നിനക്ക് ജന്മം തന്ന എന്തിനാ നോമ്പ് നോക്കുന്നേ? ഞാനൊരു വ്യക്തമായിട്ട് കുരിശിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുക, മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുന്ന, ഭർത്താവിനെ വേദനിപ്പിക്കുന്ന, ഭാര്യയെ വേദനിപ്പിക്കുന്ന, മക്കളെ വേദനിപ്പിക്കുന്ന ആരെങ്കിലും നോമ്പ് നോക്കുന്നെങ്കിൽ ഇവിടെ നിർത്തണം. ഇവിടെ നിർത്തണം. ആരെ കബളിപ്പിക്കാനോ നോമ്പ്? ദൈവത്തെ വിശുദ്ധീകരിക്കാനോ? നീ വിശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. നോമ്പുകാലം വിശുദ്ധി പൂക്കുന്ന കാലമാണ്. നോമ്പുകാലം അവനവനെ അറിയുന്ന കാലമാണ്. നോമ്പുകാലം മാതാപിതാക്കന്മാരെ അറിയുന്ന കാലം. നോമ്പുകാലം സ്വന്തം സഹോദരനെ അറിയുന്ന കാലമായി തീരണം. ഇല്ലാതെ നോമ്പാണെന്ന് പറഞ്ഞ്
തലേ തുണിയിട്ടത് ഇപ്പോൾ ഇരിക്കുന്നൊക്കെ കണ്ടാൽ കന്യാമറിയാമിൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഇറങ്ങണം തനി സ്വഭാവം ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ കാണിച്ചുകൊണ്ട് പിന്നെന്തിനു നോമ്പ്? ജീവിതത്തിലേക്ക് മടങ്ങി വാ, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വാ, ദൈവത്തെ തിരിച്ചറി, യഹോവ നല്ലവനൊന്ന് രുചിച്ചറി. ജീവിത പങ്കാളിയോടുള്ള നിൻ്റെ കാഴ്ചപ്പാടെന്താ? നോമ്പ് നോക്കുകയല്ലേ? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയോടുള്ള കാഴ്ചപ്പാട് പറയുന്നുണ്ട്. എന്താണ്? എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസം. ജീവിത പങ്കാളിയോടുള്ള കാഴ്ചപ്പാടാണേ. ഇപ്പം എത്ര അസ്ഥി എത്ര മാംസം എവിടെയൊക്കെ ഉണ്ടെന്ന് മൊബൈൽ നോക്കിയാലേ അറിയത്തുള്ളൂ. പല അസ്ഥികളാണ് ഇരിക്കുന്ന. അച്ചായന്മാരാരും മോശക്കാരൊന്നുമല്ല. എന്നെ ഇറങ്ങിപ്പോകാൻ അനുവദിക്കും കൂടെ ചെയ്യണമേ. ഞാൻ ഈ ലോകത്താണ് ജീവിക്കുന്നത്, ഞാൻ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഒട്ടും മോശമല്ല. അപ്പുറത്തും ഈ കയ്യിലിരിക്കുന്നൊരു സാധനമുണ്ടല്ലോ, അതാണ് നിൻ്റെ തലമുറയെ നശിപ്പിക്കുന്നത്. അതാണ് നിൻ്റെ കുടുംബത്തെ നശിപ്പിച്ചിരിക്കുന്നത്. അതാണ് നിൻ്റെ ജീവിത പങ്കാളിയെ നശിപ്പിക്കുന്നത്. അതാണ് നിത്യരാജ്യത്തിന് നിന്നെ എതിരാളിയാക്കിയിരിക്കുന്നത്. നിൻ്റെ ദൈവത്തിൽ നിന്ന് അത് നിന്നെ അകറ്റിയിരിക്കുക. നോമ്പ് അവനവനെ തിരിച്ചറിയുന്ന നാളുകളായിരിക്കണം. നോമ്പ് നിൻ്റെ സഹോദരനെ തിരിച്ചറിയുന്ന നാളുകൾ. നിൻ്റെ ജോലിക്കാരൻ, ഇവിടെ ഈ ശതാധിപൻ ഇവിടെ വന്നിരിക്കുന്നത് തൻ്റെ വൃദ്ധനായ ജോലിക്കാരനെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അവൻ്റെ ഈ ലോകത്തിലെ ഡോക്ടർമാരും വൈദ്യന്മാരും അവന് സൗഖ്യം കൊടുക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ജോലിക്കാരനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി വചനത്താൽ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും സൃഷ്ടിച്ചവൻ, മരിച്ച ലാസറെ വിളിച്ചുണർത്തിയവൻ, കുരുടന് കാഴ്ച കൊടുത്തവൻ, മുടന്തനെ നടക്കുമാറാക്കിയ ദൈവം, വഴിയിൽ കൂടി പോകുന്നെന്ന് തിരിച്ചറിഞ്ഞ ശതാധിപൻ അവൻ്റെ കാൽക്കൽ വീഴുകയാ. നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നിൻ്റെ രോഗിയായ മകളെ, നിൻ്റെ രോഗിയായ അമ്മയെ, നിൻ്റെ രോഗിയായ ഭാര്യയെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുവാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അവൻ സൗഖ്യം തരും. പുറജാതിക്കാരനായ പട്ടാളക്കാരൻ ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവൻ്റെ സന്നിധിയിൽ ഞാൻ സൗഖ്യമാക്കാമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അവന് സാക്ഷ്യം കൊള്ളും. അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു. എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ലെന്നാണ് പറയുന്നത്, അല്ല നീ യോഗ്യനല്ലെന്നല്ല പറയുന്നത്. ഇവിടെയാണ് വിശ്വാസം, ഇവിടെയാണ്. ഇനി എന്നാ നാം വിശുദ്ധീകരിക്കുക? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഒറ്റ ചോദ്യം ചോദിച്ചാൽ. ഞാൻ ആരോടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷേ ഒറ്റ ചോദ്യം അവനവൻ ചോദിച്ചോണം. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഉത്തരം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ നീ കണ്ടിട്ടില്ലെങ്കിൽ നിൻ്റെ ഹൃദയം ശുദ്ധമല്ല. ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവമാ. നിൻ്റെ ശത്രുക്കൾ മുൻപാകെ നിനക്ക് മേശയൊരുക്കിയ ദൈവമാ. നീ ചോദിച്ചതിലും ചിന്തിച്ചതിലും ഉപരിയായി നിന്നെ നടത്തിയൊരു ദൈവമാ. മരുഭൂയാത്രയിൽ മന്നാ പൊഴിച്ച ദൈവമാ. ചെങ്കടലിനെ വിഭാഗിച്ച് ജീവിതത്തിൻ്റെ എന്തെല്ലാം പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ നിന്നെ തളർത്തുവാൻ ശത്രുവും മിത്രവും കൂടെ നിന്നിട്ട് അതിൽ നിന്നെല്ലാം നിന്നെ ഉയർത്തിയൊരു ദൈവം. ആ ദൈവത്തെ നീ തിരിച്ചറിഞ്ഞില്ലേ? തിരിച്ചറിയണം ഈ നാളുകളിൽ. കുരുടന് കാഴ്ച കൊടുത്തവൻ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം അത്ഭുതമന്ത്രി തന്നെയാണ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഇന്നെല്ലാവരും പറയും എല്ലാം ഉണ്ട്, എന്തോ ഒരു കുഴപ്പം. സമാധാനമില്ലായ്മയാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കപ്പെടുകയാണ് സമാധാനം. വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വരുന്ന ഭർത്താവിനൊരു ചായ എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ, അവൻ്റെ ഒരു വസ്ത്രമൊന്ന് കഴുകിക്കൊടുക്കാൻ പറയുമ്പോൾ, കലഹമുണ്ടാക്കുന്ന സ്ത്രീകൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വരും തലമുറയോടുള്ള, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടവരാ.
ഒത്തിരി വിശുദ്ധ കുർബാനകൾ അനുഭവിച്ചവരാ. പക്ഷെ സ്വന്തം ജീവിതത്തെ അവങ്കിലേക്ക് നോക്കി ഒന്ന് മാറ്റുവാൻ ശാസ്ത്രം പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു ധനികനായ മനുഷ്യനെ പോലെ നമ്മളങ്ങ് ധനവാനായ ബോഷൻ, 12-ാം അധ്യായത്തിൽ 16-ാം വാക്യം മുതൽ ഒരു ധനവാൻ അവനിങ്ങനെ വലിയ കാറും വീടും ഇതൊക്കെ ഉണ്ടാക്കി കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയൊക്കെ സ്വർഗത്തിൽ ദൈവം അനുകൂലമാക്കി കൊടുത്തു. അവൻ്റെ വിളവുകൾ കൂട്ടിവെക്കാൻ അവൻ അവസാനം വന്നപ്പം സ്ഥലം പോരാ. അപ്പോൾ ഇവൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ധനവാനായ ബോഷൻ. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് 12-ാം ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 16 മുതലുള്ള വാക്യങ്ങൾ, നമുക്ക് പിന്നെ ഇങ്ങനെ വേദപുസ്തകം കൊണ്ടു നടക്കുന്ന പരിപാടിയൊന്നും ആർക്കും ഇല്ലല്ലോ. അതും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വെയിറ്റ് കൂടില്ല ആ സാധനത്തിന്. ദൈവം അനുഗ്രഹിക്കട്ടെ. സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞുകൊള്ളുവീൻ, ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവനാധാരമായിരിക്കുമെന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വിളവ് കൂട്ടിയപ്പോൾ സ്ഥലം പോരാ. എൻ്റെ ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിക്കും, അധികം വലിയ പണിയും, എൻ്റെ വിളവ് ഞാൻ കൂട്ടിവെക്കും, ഞാൻ എൻ്റെ. അതൊക്കെ അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓർത്തഡോക്സ് അച്ചായന്മാരുടെയും അല്ലെ നമ്മുടെയൊക്കെ ഞാനും എൻ്റേതുമോ എല്ലാം എൻ്റെ കഴിവാണ്. പക്ഷെ അവനെ തമ്പുരാൻ വിളിക്കുന്നൊരു വിളിയുണ്ട്, ദൈവമോ അവനോട് മൂഢ. ഞാനങ്ങനെ ഏതായാലും അച്ചായന്മാരെ വിളിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. ദൈവം വിളിക്കുന്ന ധനവാനായ മൂഢന്മാർ വേറെയുമുണ്ട്. ഒരുത്തൻ നിത്യജീവനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ധനവാനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നുണ്ട്. നിത്യജീവൻ അവൻ്റെ അവകാശം, അവൻ ആഗ്രഹമാണ്. പക്ഷേ ലോകത്തിൻ്റെ സമ്പത്ത് വേണ്ട എന്നുള്ളതല്ല കേട്ടോ. പിന്നീട് നമുക്കതിനെക്കുറിച്ചൊക്കെ സമ്പത്ത് കിട്ടുന്നത് എങ്ങനെയല്ല എങ്ങനെയാണെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. പക്ഷേ നമുക്ക് അതുകൊണ്ട് മാത്രം ദൈവം അവനെ വിളിക്കാം. അവന് ദൈവവിചാരം എന്ന് പറയുന്നൊരു കാര്യമില്ല. ദൈവത്തെക്കുറിച്ചൊരു ബോധം അവനുണ്ടാകുന്നില്ല. രണ്ടാമത്, അവന് മരണവിചാരമില്ല. മനുഷ്യനുണ്ടാകേണ്ട ഒരു വിചാരമാണ്. മനുഷ്യൻ്റെ ആയുസ് എത്ര? ഏറെ ആയാൽ 80 അല്ലേ? അത് കഴിഞ്ഞൊരു ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് ഞാൻ പറയും, പക്ഷേ നിങ്ങളത് സമ്മതിക്കണ്ട. പക്ഷേ അത് കഴിഞ്ഞാലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് എണ്ണണ്ടേ? ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ആ സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 90-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ 50 കഴിഞ്ഞാൽ നമുക്കൊന്ന് എണ്ണി നോക്കാം. 50 കഴിഞ്ഞ അച്ചായന്മാർ ചുമ്മാ വിരലിൽ എണ്ണിയാൽ മതി. നമുക്കൊരു 20 വർഷം. 20 വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷം 365 ദിവസം. അത് ഞാൻ കൂട്ടാൻ പറ്റത്തില്ലോ, ഇത്രയേ ഉള്ളൂ, കുറയ്ക്കൊന്നുമില്ല. അപ്പോൾ 10 വർഷമാകുമ്പോൾ 3650, 20 വർഷമാകുമ്പം 7300. അതിനകത്ത് എത്ര ഞായറാഴ്ച ഉണ്ടെന്നറിയാമോ? അച്ചായ 1040 ഞായറാഴ്ചയുള്ളൂ. 70, 50 കഴിഞ്ഞ് നമ്മളൊരു 70 വരെ എണ്ണുവാണെങ്കിൽ ഇനി 60 കഴിഞ്ഞും 10 കൂട്ടിയാൽ പോരെ. ഞാനൊക്കെ 10 കൂട്ടിയാൽ മതി. അപ്പം നമ്മൾ ഈ 10 വർഷം കൂട്ടിക്കഴിയുമ്പോൾ എത്ര ഉണ്ടെന്നറിയോ? 520 ഞായറാഴ്ചയുള്ളൂ. പോയില്ലേ? മനുഷ്യൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നത്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എന്തിനാ വാരിക്കൂട്ടുന്നേ? ഈ ദൈവത്തോട് കൂടെ ദൈവീക ചിന്തയോടെ ധനം സമ്പാദിക്കുന്ന, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യം പ്രാപിക്കുകയില്ല എന്നാണ് പറയുന്നത്. സമ്പത്തുള്ളവർ എന്നല്ല, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ. നിന്റെ ആശ്രയം എവിടെയാ? ദൈവം തരുന്ന സമ്പത്തുണ്ട്, ദൈവം തരുന്ന ആരോഗ്യമുണ്ട്, ദൈവം തരുന്ന ബലമുണ്ട്, ദൈവം തരുന്ന ജീവനുണ്ട്, ദൈവം തരുന്ന ജീവിതമുണ്ട്. ജീവനും ജീവിതവും രണ്ടാകട്ടെ. ദൈവത്തോടുകൂടെ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധ്യമല്ല. നോമ്പിൻ്റെ കാലങ്ങളാണ്. ദൈവത്തോടു കൂടെയാണോ ഞാനും നിങ്ങളും ഇതെല്ലാം നേടിയിരിക്കുന്നത്? ആണോ? ദൈവം നമ്മിൽ നിന്ന് ഈ നോമ്പ് കാലം ഒരു കാര്യം കൂടെ ഉണ്ട്, പിതാക്കന്മാർ പഠിപ്പിക്കുന്നതാണ്. ഞാനും ദൈവവുമായുള്ള ദൂരം അളക്കുന്ന സമയങ്ങളാണ് നോമ്പ് കാലം. ഞാനും
എൻ്റെ ദൈവവുമായുള്ള ദൂരം അളന്നു നോക്കിയിട്ടുണ്ടോ? എത്രയോ ദൂരെയാണ് എൻ്റെ ദൈവം എന്നിൽ നിന്ന്. എൻ്റെ ദൈവത്തിന് വസിക്കുവാൻ തക്ക ആലയമാണോ ഞാൻ? എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കുകയും മനസ്സിനെ മേയാൻ വിട്ടിരിക്കുകയുമല്ലേ? ഇനിയും പലതും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? 36 ദിവസമായി, ഇനി 14 ദിവസമുണ്ട്. കോഴിയെ വാങ്ങിക്കണം, ആടിനെ വാങ്ങിക്കണം, ചെറുക്കം വരും, പെണ്ണ് വരും, അത് വേണം ഇത് വേണം. ഫ്രിഡ്ജ് നിറച്ച് ശവങ്ങളാകുക ഇനിയിപ്പം ഒരാഴ്ച കൊണ്ട്. കാരണം ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ വില കൂടുമല്ലോ, ഇല്ലേ? എന്തിനാ ഈ 10-50 ദിവസം? അതിനാണ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞു. മാർപ്പാപ്പ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ കത്തോലിക്കരെ ഉദ്ദേശിച്ച മാത്രമല്ല, നമ്മളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നോമ്പ് വയറിലല്ല, നോമ്പ് വയറിനല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. ഈ പീഡാനുഭവ ആഴ്ചയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുവീൻ. കാരണം രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിലായിപ്പോയി ഈ ഭക്ഷണം. 2 കിലോ കോഴി വാങ്ങിക്കുന്നില്ല, അല്ലെ ബീഫ് വാങ്ങിക്കുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ വേറെ എന്തെങ്കിലും മാറ്റം ഈ കഴിഞ്ഞ 36 ദിവസം കൊണ്ട് ഈ ബഥേൽ അരമനയിൽ അച്ചായമാർക്കുണ്ടായതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നല്ല കാര്യം. കുടുംബജീവിതത്തിൽ മാതാപിതാക്കന്മാരോട് നിൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി ആണോ അച്ഛാ? വേണ്ട, എൻ്റെ മുഖത്ത് സൂക്ഷിച്ച് വല്ലാത്തൊരു തോട്ടം. എന്നാ സങ്കീർത്തകൻ പഠിപ്പിച്ചിരിക്കുന്നത് നിൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി. എന്താ ഈ മുന്തിരിവള്ളി? മുന്തിരിവള്ളിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്, ദീർഘിപ്പിക്കുന്നില്ലെങ്കിലും. മുന്തിരിവള്ളി ഒരിക്കലും മരം പോലല്ല കേട്ടോ, അത് പടർന്ന് കിടക്കുകയാണ്. മുന്തിരിത്തോട്ടങ്ങൾ കണ്ട് അത് പടർന്ന് കിടക്കുക. അതിനെ താങ്ങി നിർത്താൻ ബാല്യത്തിൽ അപ്പനും അമ്മയും സഹോദരങ്ങളും നിന്നെ താങ്ങി നിർത്തി വളർത്തിയൊരനുഭവമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജീവിത പങ്കാളിയും നിൻ്റെ മക്കളും നിന്നെ താങ്ങി നിർത്തുന്നുണ്ട്. ഇന്ന് പലപ്പോഴും വിസ്മരിച്ച് കളയുക. മുന്തിരിവള്ളികളായിത്തീരേണ്ടവരാ. താങ്ങും തണലുമില്ലാതെ ഞാൻ നേടിക്കോളാമെന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ച് നടക്കുന്ന അനുഭവത്തിൽ ഇന്ന് ലോകത്തിൻ്റെ ശാപങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് മുന്തിരിവള്ളിയല്ലാതെ മറ്റു പല വൃക്ഷങ്ങൾ പോലെ വളരുന്നതാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു, വേറെ എങ്ങുമല്ല, എറണാകുളത്ത് പാലാരിവട്ടത്ത് സ്ത്രീകൾ പറയാൻ പോലും മടിക്കുന്നു. രാത്രി 10 മണിക്ക് ശേഷം മദ്യപിച്ചിട്ട് മതോന്മത്തരായി നടു റോഡിൽ നിന്ന് അടികൂടുന്നു. കൊച്ചു കേരളത്തിൽ മുന്തിരിവള്ളി, രണ്ടാമത് മുന്തിരിവള്ളി ഫലം തരുന്നതാണ്. മുന്തിരിവള്ളി ഫലം തരുന്നതാണ്. വീട്ടിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹവും കൃപയും എല്ലാം ഭർത്താവിനും മക്കൾക്കും വാങ്ങിച്ചു കൊടുക്കുവാൻ ഒരമ്മ കടപ്പെട്ടവളാണ്. ഇവിടെ വിട്ടുകൊടുക്കുന്നതല്ല, ഒരമ്മ പ്രാർത്ഥിക്കുന്ന ഒരമ്മ, കണ്ണീരൊഴുക്കുന്ന ഒരമ്മ. അമ്മ തന്നെയാണ്. എല്ലാ പുഴകളും താഴേക്കൊഴുകുമ്പോൾ പെറ്റതള്ളയുടെ കണ്ണുനീർ സ്വർഗത്തിൽ പ്രളയം സൃഷ്ടിക്കുന്നുണ്ട്. പെറ്റതള്ളയുടെ കണ്ണുനീരിന് വിലയുള്ളതാണ്. അത് മനസ്സിലാക്കാത്തതാണ് മറ്റൊരു ശാപം. സ്വർഗത്തിൽ പ്രളയം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുന്തിരിവള്ളി ഫലം തരുന്നു. മുന്തിരിവള്ളി മൂന്നാമത് മുന്തിരിവള്ളി തണൽ നൽകുന്നുണ്ട്. അതിൻ്റെ കീഴിൽ എത്രയോ ജീവികളാണ്, എത്രയോ പക്ഷികളാണ്. നിൻ്റെ കുടുംബത്തിൽ നീ തണലാണോ? നിൻ്റെ ഭർത്താവിന് നീ തണലാണോ കൊടുക്കുന്നേ? നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നീ തണലാണോ കൊടുക്കുന്നേ? നിൻ്റെ മക്കൾക്ക് നീ തണലാണോ സ്ത്രീയെ? നീ എന്തിനാ നോമ്പ് നോക്കുന്നേ? നീ നോമ്പ് നോക്കണം, മനസ്സാന്തരപ്പെടണം. അപ്പാ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. അപ്പാ സ്വർഗത്തോടും
ഞാൻ പാപം ചെയ്തു പോയി. എപ്പോഴാണ് അവന് മനസ്സിലാകുന്നേ? എല്ലാം വിറ്റ് തൊലച്ച് നശിപ്പിച്ച് കഴിയുമ്പോഴാണെങ്കിലും അവന് സുബോധമുണ്ടായി എന്ന് പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയൻ പുത്രനെക്കുറിച്ച് പറയാം. അവനെ കാത്തിരിക്കുന്ന ഒരപ്പനെയുള്ള അമ്മയെ കാണിക്കുന്നില്ല അവിടെ. അവൻ അമ്മയില്ലായിരുന്നു എന്നാ ചരിത്രകാരന്മാർ പറയുന്നത്. അവൻ അമ്മയില്ലായിരുന്നു എന്നാ. അമ്മയില്ലാത്ത മക്കളാണ് നശിച്ചു പോകുന്നത്. നോമ്പ് നോക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവം ഇവിടെയാണ്. ഒട്ടും വിട്ടുകൊടുക്കുവാനിടയാവാതെ മത്സരബുദ്ധിയോടുകൂടി ഇന്ന് ജീവിക്കുമ്പോൾ മക്കൾ മേശയ്ക്കു ചുറ്റും അമ്മയായിത്തീരുമ്പോൾ മക്കൾ മേശയ്ക്കു ചുറ്റും ഒലിവ് തൈകളായി. എന്താ മേശ? മേശ ഭോജനമാ, മേശ കൂട്ടായ്മയാ. ഇന്ന് മക്കളെവിടെ ഭക്ഷണം കഴിക്കുന്നത്? മക്കളെ കൂട്ടിയിരുത്തി ഭക്ഷിക്കുവാൻ മാത്രമല്ല പ്രാർത്ഥിക്കുവാനും ഇന്ന് നഷ്ടപ്പെടുത്തിയില്ലേ? നോമ്പ് നോക്കുക. എന്തിനാ എനിക്കറിയില്ല. പക്ഷേ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കാണ്. അപ്പാ ഒരു വിളിയുണ്ടവൻ. അവിടെ അവനായി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് കേട്ടോ. അങ്കി, അവന് ഉടുപ്പ്. അവൻ പോകുമ്പോൾ ഇവിടെ 42-ൻ്റെ ഒന്നും അവന് സൈസല്ലായിരുന്നു. കാലങ്ങൾക്ക് മുമ്പ് പോയതാ. അന്നവന് 44 വാങ്ങിച്ചാലും പോരായിരുന്നു. പക്ഷെ അവൻ വരുമ്പോൾ 38 മതി. പക്ഷെ അപ്പൻ 38 സൈസ് വാങ്ങിച്ച് അവിടെ വെച്ചിരിക്കുക. അതാണ് അപ്പൻ. അപ്പൻ അപ്പമായിത്തീരുമ്പോൾ അപ്പനായിത്തീരും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ അപ്പൻ ആഹാരമായിത്തീരണം മക്കൾക്ക്, കുടുംബത്തിന്. അപ്പൻ അപ്പമായിത്തീരുമ്പോൾ അവരെ അലയാൻ വിടരുത്, ജീവിത പങ്കാളിയെയും മക്കളെയും. അപ്പൻ അപ്പമായിത്തീരുമ്പോൾ അപ്പനായി മാറുന്നു. കുഞ്ഞുണ്ണി മാഷ അവന് ഉടുപ്പ് ധരിപ്പിച്ച്, അവന് മോതിരം അംഗീകാരമാണ്. ഉടുപ്പ് അവൻ അവകാശമാണ്. മോതിരം പഴയ കാലങ്ങളിൽ അറിയാമല്ലോ, മോതിരം മുദ്ര പതിപ്പിക്കുന്നത് അംഗീകാരമാണ്. വീട്ടിലേക്ക് നിൻ്റെ കുടുംബത്തെ കൊണ്ടുവരുവാൻ ഈ നോമ്പിൻ്റെ നാളുകൾ നിന്നെ ബോധിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് മാത്രം ഓർമ്മപ്പെടുത്തുക. അവനവനെ തിരിച്ചറിയുന്ന അനുഭവം. എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. തിരിച്ചറിവിൻ്റെ കാലം, താഴ്മയുടെ കാലം, വിനയത്തിൻ്റെ കാലം, പരസ്പര സ്നേഹത്തിൻ്റെ കാലം. അതാണ് നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആശംസിക്കുക മാത്രം ചെയ്യുന്നു. ഈ നോമ്പുകാലം വിശുദ്ധിയുടെ കാലമായി. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്ന, വേദന അനുഭവിക്കുന്ന, രോഗികളായിരിക്കുന്ന ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ കൂടുതൽ പരിപാലിക്കുവാൻ, പരിഗണിക്കുവാൻ, അവരെ വേദനിപ്പിക്കാതെ അവരുടെ കണ്ണുനീര് വീഴുവാനിടയാവരുത്. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ വീഴുന്ന ഭവനങ്ങൾ നശിച്ചു പോവുക തന്നെയും. അതിനിടയാവരുത്. ശാപം നിൻ്റെ മക്കളുടെ മേൽ വരുവാനിടയാവരുത്. നീ ചെയ്യുന്ന നന്മപ്രവർത്തികൾ നിൻ്റെ മക്കൾക്ക് നീ ഡിപ്പോസിറ്റായി വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല കേട്ടോ. സമയക്കുറവുകൊണ്ട് മാതാപിതാക്കളുടെ ആകൃത്യം മക്കളുടെ മേൽ, നിൻ്റെ പാപത്തിന് നിൻ്റെ മക്കൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. അതോടെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്തിയ, ധാരാളം പറയുവാനുണ്ട്. നിന്റെ പാപത്തിന് നിന്റെ മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിന്റെ ഡിപ്പോസിറ്റുകൾക്ക്, നിന്റെ ബാങ്ക് ബാലൻസുകൾക്ക് നിന്റെ മക്കളാണ് അവകാശികളെങ്കിൽ നീ ചെയ്തു കൂട്ടുന്ന അനീതികൾക്ക് നിന്റെ മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം ബോധ്യപ്പെടുത്തുന്നു. അതിവിടെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ
പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ അതിൻ്റെ ദയ കാണിക്കും. പുറപ്പാട് പുസ്തകം 34:7 1000 10,000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ മേൽ പകരുമെന്ന് ദൈവവചനം ബോധ്യപ്പെടുത്തുന്നു. സ്വർഗം വേണോ നരകം വേണോ അവനവന് തീരുമാനിക്കാം. അവനവൻ്റെ ഭവനം സ്വർഗമാക്കി തീർക്കുന്നതും നരകമാക്കി തീർക്കുന്നതും നമ്മൾ തന്നെയാണ്. അയൽവക്കത്തെ ഗോപാലകൃഷ്ണനോ തോമാച്ചനോ ഒന്നുമല്ല. എൻ്റെ ഭവനം വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, എൻ്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, എൻ്റെ ജീവിത പങ്കാളി വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. നിൻ്റെ ഹൃദയത്തിൽ അവരെ വഹിച്ചുകൊണ്ട് കൽവരി കുരിശിലേക്ക്, കൽവരിനാഥൻ്റെ സന്നിധിയിലേക്ക് അടുത്തില്ല. അവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിയ രക്തം ഇന്നും ഒഴുകുന്നുണ്ട്. നിന്നെ വിശുദ്ധീകരിക്കുവാൻ, നിൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കുവാൻ, നിൻ്റെ ആഗ്രഹങ്ങളെ മാനിക്കുവാൻ, നിൻ്റെ ആവശ്യങ്ങളെ അറിയുവാൻ ആ രക്തം ഇന്നും ഒഴുകിയ. അതാണ് ഇന്നും നാം ഇവിടെ അനുഭവിച്ചത്. എന്ത്? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ. അതനുഭവിക്കുന്നവൻ നന്മ പ്രാപിക്കുക തന്നെ ചെയ്യും. സമയക്കുറവ് മൂലം ഞാനിവിടെ നിർത്തുകയാണ്. അല്പം സമയം കൂടുതലായിട്ടുണ്ടെങ്കിൽ അധിക പ്രസംഗമായിട്ട് കണക്കാക്കരുത്. കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമല്ലോ. അവസരം തന്ന വന്യനായ അച്ഛനോട്, കാരണം എൻ്റെ ജീവിതത്തിലെ ഒരാഗ്രഹമായിരുന്നു ഈ പരിശുദ്ധ ദേവാലയത്തിൽ. എനിക്കറിയില്ല നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധി അറിയുമോ. ഈ അവനവൻ്റെ ഈ ആനയ്ക്കാനയുടെ ബലമറിയില്ലെന്ന് പറഞ്ഞ പോലെയോ, അല്ലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെയോ, ബഥേൽ ദേവാലയത്തിൻ്റെ ആ ഒരു പ്രത്യേകത, ഒരു പക്ഷേ ഇത്രയും വിശുദ്ധന്മാർ, ഇത്രയും അഭിഷിക്തന്മാർ കടന്നു പോകുന്നൊരു ദേവാലയം വേറെ ഉണ്ടോ എന്നെനിക്കറിയില്ല. ഇവിടെ ഒരു പക്ഷേ താൻ സുസ്ഥിരമേനിയൊക്കെ അന്നും വിളിക്കും. മന്ദപ്പള്ളിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടപ്പം എന്താ വാടാ എങ്ങനായടാ ഇത് വഴി പോകുമ്പോഴും ഡാന്നൊരു വിളിയുണ്ട്. ഇപ്പോൾ ആകെയുള്ളത് നമ്മുടെ സഭയുടെ വസ്തു സംരക്ഷകൻ ഒരച്ചായനുണ്ട് ഇവിടെ. വല്ലപ്പോഴും പോകുമ്പോൾ രായകുഞ്ഞെന്നൊക്കെ വിളിക്കും, നമ്മുടെ തബ്ബിച്ചായൊക്കെ. അതുപോലെ ഒത്തിരി മുഖങ്ങൾ എൻ്റെ ഒത്തിരി പരിചയക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഒറ്റ കാര്യം മാത്രം, ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദൈവം ഇനിയും അനേകയിടങ്ങളിൽ ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷിയായി തീരുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നും പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ല, അത് നിങ്ങൾ ചെയ്യത്തുമില്ല. വല്ലപ്പോഴും ഓർമ്മയിൽ വരുമ്പോൾ എനിക്ക് വേണ്ടി ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന പിതാവിനോടും എന്നെയും ദൈവ വഴിയിൽ ഈ ലജ്ജ കൂടാതെ മടി കൂടാതെ അവനെ സാക്ഷിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ പാട്ടുപാടി സ്തോത്രാഴ്ചയിടുക. യേശുവേ എൻ പ്രാണനായക, ജീവനെ എൻ സങ്കടങ്ങളറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങളറിഞ്ഞെൻ്റെ വൻകടങ്ങൾ പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, നാഥ തെറ്റി ഓടിയപ്പോ, പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാലകൻ നീ തേടി പാതകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. പാലകൻ നീ തേടി പാലകനടിയാനെ പാവനമാർഗേ ചേർത്തല്ലോ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങളറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ.
ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം മാർ ഫീലിക്സിനോസ് പ്രാർത്ഥന യോഗത്തിന് അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഷാരി അവറുകളെ ക്ഷണിക്കുന്നു. Glory to Father, Son and the Holy Spirit. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആദ്യമായി ഞാൻ ഇടവ മെത്രാപ്പോലീത്ത ആയിരിക്കുന്ന മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ആദരവും ആദ്യമായി അർപ്പിക്കുന്നു. ഈ കോർണർ മീറ്റിംഗ് ഫീലിക്സിനോസ് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ വകയായിട്ടാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. കാര്യം ഞങ്ങളുടെ സെക്രട്ടറി ഷാജി അവറുകൾ വിദേശയാത്രയിലാണ്. അപ്പോൾ എന്നോട് രണ്ട് വാക്ക് പറയുവാനായിട്ട് നന്ദി പറയുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ പ്രകാരം ഞാനിവിടെ നിൽക്കുകയാണ്. രണ്ടാമതായി നമ്മുടെ വികാരി അച്ഛൻ മത്തായി സക്കറിയ അച്ഛനോടുള്ള മത്തായി സക്കറിയ അച്ഛനെന്ന് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം നമ്മുടെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണ മനസ്സോടും സുഷ്മതനായും ചിരിയോടുകൂടിയും എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിച്ചു തരുന്നു. അദ്ദേഹം ഈ പള്ളിയുടെ ഒരു അസറ്റായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. അടുത്തതായി നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇന്ന് നമ്മളെ ദൈവവചനം കേൾപ്പിക്കുവാനായി വന്ന രാജൻ മത്തായി അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം നമ്മുടെ സമീപത്തുള്ള കുളനട ദേവാലയത്തിലെ അംഗമാണ്. അദ്ദേഹം ഇവിടെ നമ്മളോട് വളരെ പ്രചോദനം തരുന്നതായ ഒരു ഭാഷണം ഇവിടെ നടത്തി. നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ കൊടിമുടിയിലിരിക്കുന്ന ഒരനുഭവമാണ് നമ്മളോട് പറഞ്ഞത്. ഒരു പുറജാതിക്കാരൻ കർത്താവിൽ എങ്ങനെ വിശ്വാസം അർപ്പിച്ചു. എൻ്റെ വീട്ടിൽ വരുവാൻ നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ കൽപ്പിച്ചാൽ എൻ്റെ അസിസ്റ്റൻറ്റിന് എന്തുകൊണ്ട് വെച്ച് പറയാം ബാല്യക്കാരന് സുഖം പ്രാപിക്കും. അതിൽ കൂടുതലായ ഒരു വിശ്വാസം ഞാൻ മറ്റുള്ള പല അനുഭവങ്ങളും നമുക്ക് ബൈബിളിൽ കാണപ്പെടാം. വിശ്വാസത്തിൻ്റെ കൊടിമുടികൾ ഇത് അതിൽ ഉയർന്ന നിലയിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്, ഒരു വചനമാണിത്. പിന്നെ അദ്ദേഹം നമ്മുടെ മാനേജിങ് കമ്മിറ്റി അംഗമാണ് സഭയുടെ. അദ്ദേഹം വളരെ ബിസിയാണെന്നറിയാം. എനിക്ക് തന്നെ ബിക്കോസ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്നപ്പോൾ പ്രാസംഗികൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛന് കൃഷിവറല്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. പിന്നെ ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്നല്ലേ വിളിച്ചത്, ഇന്ന് തന്നെ വിളിച്ചു. അദ്ദേഹം എഗ്രി ചെയ്തു ഇവിടെ വന്ന് നമ്മളെ പ്രചോദനം ഈ ദൈവവാക്യം നമ്മളെ കേൾപ്പിച്ചതിന് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗ സെക്രട്ടറിയായ ഷാജി അവരോടും പ്രത്യേകമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബിക്കോസ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും എല്ലാ ആഴ്ചയും ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗം ഒരുവിധം ഭംഗിയായി നടത്തുന്നു. അതിൻ്റെ പുറകിൽ ഒത്തിരി ത്യാഗങ്ങളും അതിനുവേണ്ടി നീക്കി വെക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എൻ്റെ മരുമകനും ഇതിലൊരു അംഗമാണ്, സൈമൺ കൊമ്പശ്ശേരി. അപ്പോൾ അദ്ദേഹം എൻ്റെ മരുമകൻ്റെ ഒരു കൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെയാണെന്ന് നമുക്ക് വചനം തന്ന പ്രാസംഗികൻ.
ബാക്കി എല്ലാവരോടും ഇവിടെ വന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റുള്ള എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലെ അംഗങ്ങളോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നന്ദി രേഖപ്പെടുത്തിയ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ചാരി അവരോടുള്ള നന്ദി അറിയിക്കട്ടെ. പ്രത്യേകാൽ നമ്മുടെ സംയുക്ത പ്രാർത്ഥന നോമ്പിലേത് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രാർത്ഥന യോഗാംഗങ്ങൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് എൻ്റെ മീഡിയ ക്രമീകരണങ്ങൾ ചെയ്ത ജിതിനോടും എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് എഴുന്നേക്കാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് പ്രാർത്ഥനയോഗങ്ങൾ. നിങ്ങളതിൽ സഹകരിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിൻ്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിൻ്റെ സ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധുള്ള റൂഹ ശുദ്ധുടിയിരിപ്പിന് ഭവനങ്ങളായി ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തും നിൻ്റെ ദൈവത്വത്തിൻ്റെ ഇറവും കീഴ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാഥ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പ്രത്യേകാൽ ഇന്ന വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന പ്രിയ മകൻ്റെ മേലും ഭാവി ജീവിതത്തിൻ്റെ എല്ലാ നന്മകളുടെ മേലും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.